പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെല്ലാം കുറച്ചായി കണ്ടിട്ടല്ലേ? എങ്ങനെ പോകുന്നു HR ഇന്നോവേഷനൊക്കെ? മന്നാർമത്തായി സ്പീക്കിങ്ങിൽ മുകേഷ് മലരൂല എന്ന് പറയുന്നത് പോലെ ഹൈറിച്ച് തോൽക്കൂല എന്ന് പറഞ്ഞിട്ട് ഹർജികളുമായിട്ട് കോടതികളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അബ്സല്യൂട്ട് ആക്കിയതിനെതിരെ ഹർജി, പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസ് എടുക്കുന്നതിനെതിരെ ഹർജി, ഇവരെ വിളിച്ചു വരുത്തുന്നത് ചോദ്യം ചെയ്തിട്ട് ഹർജി, അങ്ങനെ വിവിധ തരം ഹർജികളുമായിട്ടാണ് ഇപ്പോൾ ഹൈറിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ഹർജികളിൽ താൽക്കാലികമായ ഉത്തരവുകൾ കോടതിയുടെ പക്കൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവരുടെ അബ്സല്യൂട്ട് ആക്കിയത് താൽക്കാലികമായിട്ട് കോടതി പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. സ്വാഭാവിക നടപടിയാണ്. ഇവർ അതിനെ കൊണ്ടാടുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട് ഇവരുടെ ഗ്രൂപ്പുകളിലൊക്കെ. എന്നാൽ താഴെത്തട്ടിലുള്ള ഒരു കോടതി ഒരു ശിക്ഷാവിധി പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ അപ്പീലിംഗ് കോർട്ടിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്പീലിംഗ് കോർട്ടിലെ വാദം നടക്കുന്ന സമയത്ത് ആ വിധി പെൻഡിങ്ങിൽ വെക്കും. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നടപടിയാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് വധശിക്ഷ വിധിച്ചിട്ട് അത് ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ കോടതിയിൽ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ ആ കോടതിയുടെ നടപടികൾ നടക്കുന്ന സമയത്ത് വധശിക്ഷ നടപ്പാക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഇതൊരു പ്രഹസനമായി പോകില്ലേ. അപ്പോൾ അത് സ്വാഭാവികമായ നടപടിയാണ്. മറ്റൊന്ന്, ഇവർക്കെതിരെ കേസ് എടുക്കുന്നത് ചോദ്യം ചെയ്തിട്ട് ഇവർ ഹർജി കൊടുത്തിട്ട് അത് താൽക്കാലികമായിട്ട് കോടതി ഇവരെ വിളിച്ചു വരുത്തരുതെന്നും അതുകൂടാതെ കേസ് അന്വേഷിക്കരുതും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ കേസിൻ്റെ അവസ്ഥ, ചെറുപ്പം പോലീസ് സ്റ്റേഷനിലെടുത്ത കേസ് അത് CBIക്ക് കൈമാറിയിട്ടുണ്ട്, ഇവിടുന്ന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ CBIയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ ഓർഡർ പുറത്തിറക്കിയിട്ടില്ല ഈ കേസ് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ കേസ് ഇവിടുന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്, അവരെടുക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ കേസിൻ്റെ നിലവിലെ അവസ്ഥ ഇല്ലത്തുനിന്ന് ഇറങ്ങി ചെയ്ത് അമ്മാത്തെത്തും ചെയ്തില്ല എന്ന് പറയുന്നത് പോലെയാണ്. കേരള പോലീസ് കൈവിട്ടിട്ടുണ്ട്, അവിടെ ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ ഈ അനിശ്ചിതമായി നീണ്ടുപോകുന്നത് ഇതിലെ തട്ടിപ്പുകാരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇതിലെ തട്ടിപ്പുകാരെ ആർക്കെതിരെ നിക്ഷേപകർ പരാതി കൊടുക്കുമ്പോൾ FIR ഇടുന്ന നടപടികൾ കേരള പോലീസ് കൈക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അത് FIR ഇടാം, അന്വേഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായിട്ടാണ് GPയുടെ അഭിപ്രായം അതിൽ തേടിയിട്ടുണ്ട്. GP അതിൽ 2 കേസുകളിലും ജില്ലാ കളക്ടറെ ഉൾപ്പെടെ കക്ഷിയാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ അതിൻ്റെ വഴിയിലൂടെ പോകും എന്ന് വിചാരിക്കുന്നു. ഇവർ നിക്ഷേപകർക്ക് പൈസ ഞങ്ങൾ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് HR ഇന്നോവേഷൻ എന്ന പേരിൽ ഒരു കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ജാർഖണ്ഡിൽ അതിൻ്റെ മീറ്റിങ്ങുകൾ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെ പൈസ സമ്പാദിച്ചിട്ട് ആ പൈസ ഹൈറിച്ച് കടമെടുത്തിട്ട് നിക്ഷേപകരുടെ പൈസ തിരിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. 3700 കോടിയാണ് ഇവർ കളക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ 3700 കോടി കളക്ട് ചെയ്തതിൽ 2000 കോടിയെങ്കിലും തിരിച്ചു കൊടുക്കാനുണ്ടായിരിക്കും. ഈ 2000 കോടിയൊക്കെ HR ഇന്നോവേഷൻ വഴി കിട്ടുമോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഇവർ ഇത്രയൊക്കെ തലകുത്തി മറിഞ്ഞിട്ടും അടുത്ത ദിവസം വരെ ഇവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് 20 ലക്ഷത്തിന് ചോടയാണ്. അത് തന്നെ ഇതിലെ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കിയ ലീഡേഴ്സ് മരത്തിൻ്റെ തുഞ്ചത്ത്, ട്രീയുടെ തുഞ്ചത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് നിക്ഷേപിച്ചിട്ടുള്ള പൈസയാണ്. അവരുടെ ഈ ഹൈറിച്ച് തട്ടിപ്പിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള പൈസയുടെ ചെറിയൊരു ശതമാനം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സാധാരണക്കാർ ഇനി ഈ ഒരു ഇതിലൊന്നും HR, ഞാനിതിൻ്റെ പ്ലാനൊക്കെ കേട്ടിരുന്നു, അതിൽ പെടുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഇതിൽ 37,000 ആളുകൾ ചേർന്നിട്ടുള്ളതിൽ ഒരു 30,000 പേരെങ്കിലും ഈ MLM-ലൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണ്. അവരിൽ പൈസ നിക്ഷേപിച്ചിട്ടുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന നിലക്കാണ്. എന്നാൽ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചത് കൊണ്ടാണ് തങ്ങൾക്ക് അടി കിട്ടിയതെന്ന് മനസ്സിലായി. ഇവർ ഒരു ചെറിയ പ്രൊഡക്റ്റ് മുന്നിൽ വെച്ചിട്ട് 10,000-ൻ്റെ ഇതേ ഡിജിറ്റൽ കൂപ്പണ് പകരം ചെറിയൊരു പ്രൊഡക്റ്റ് അങ്ങനെ ആക്കിയിട്ടാണ് ഇത് മുന്നോട്ട് പോകാൻ അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അപ്പോഴും ഇവർക്ക് ഈ പ്രോഫിറ്റ് മാസം തരാമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ പെടും. അതുകൊണ്ട് ഇവർ ബൈനറി ഇൻകം, റഫറൽ ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. അത് അത്ര വലിയൊരു സമൂഹത്തിന് ഭീഷണിയാകാൻ സാധ്യതയില്ല. ഇങ്ങനെയൊരു യൂണിവേഴ്സിറ്റി MLM യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ മാത്രമേ പിന്നെ ഇതിൽ ചേരുള്ളൂ. ഈ സാധാരണക്കാരായ പ്രവാസികൾ അതുപോലെ അങ്ങനെയുള്ള ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് കരുതിയിട്ട് ഇതിൽ നിക്ഷേപിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഭീഷണിയല്ല. ഇതിൽ പൈസ നിക്ഷേപിച്ചവർക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരേ ഒരു മാർഗ്ഗം നിയമപരമായ മാർഗ്ഗമാണ്. അത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏകദേശം 37,000 ആളുകൾ ചേർന്നിട്ടുള്ളതിൽ ഒരു 5,000 പേരൊഴികെ ബാക്കി എല്ലാവർക്കും വിവിധ തലത്തിൽ നഷ്ടം വന്നവരാണ്. അതിലൊരു ഏറ്റവും അവസാനത്തിലൊക്കെ വരുമ്പോൾ ആളുകൾ മുഴുവൻ പോയവരാണ് പൈസ. ഒരു 5,000 പേർക്ക് ഒരു പക്ഷേ കുറച്ച് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരിക്കും, അതിലും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ 5,000 പേരിൽ തന്നെ നമ്മൾ ഇത് ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ ഒരു 1200 പേര് വൻ തുകകൾ സമ്പാദിച്ചവരാണ്. അതുകൂടാതെ ഇതിൽ 1200 പേരിൽ ഒരു 120 പേര് കോടിപതികളാണ്. അപ്പോൾ ഈ ഒരു 1200 പേര് ഈ കേസിൻ്റെ പരിധിയിൽ വരികയും ഇവരുടെ സ്ഥാപക ജംഗമ വസ്തുക്കളെല്ലാം തന്നെ സീസ് ചെയ്യപ്പെടുകയും അത് സെയിൽ ചെയ്തിട്ട് മുതൽ കൂട്ടിയിട്ട് ഈ നിക്ഷേപകർക്ക് കൊടുത്താൽ മാത്രമേ ഈ നിക്ഷേപകരുടെ പൈസ തിരിച്ചു കിട്ടുള്ളൂ. ഇത് മാത്രമേ ഇതിനൊരു മാർഗ്ഗമുള്ളൂ. ഈ നിക്ഷേപകർ സംഘടിക്കുകയും ഈ കോടതികളിൽ നടക്കുന്ന വ്യവഹാരങ്ങളിൽ പങ്കുചേരുകയും ചെയ്തിട്ട് അവരുടെ ഭാഗം പറയുകയും ചെയ്താൽ മാത്രമേ ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇവരൊരു കമ്പനി തുടങ്ങിയിട്ട് അതുവഴി MLM എന്ന് പറഞ്ഞിട്ട് ആളുകളെ കയ്യിൽ നിന്നും ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ വിറ്റിട്ട് പൈസ ശേഖരിച്ചിട്ട് കൊടുത്താലൊന്നും എനിക്ക് ലോകാവസാനം വരെ ഇവർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയ എല്ലാവരും നിയമപരമായിട്ട്
നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ടിട്ട് നിയമം അവരുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടിയിട്ട് അത് സെയിൽ ചെയ്തിട്ട് പൈസ വീതിച്ചു കൊടുത്താൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ. മറ്റൊന്ന്, ഇതിൻ്റെ ഓണേഴ്സ് എല്ലാം തന്നെ ബിനാമി പേരിൽ വൻ തുകകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വൻ പ്രോപ്പർട്ടികൾ ഒരുപാട് മേടിച്ചിട്ടുണ്ട്. അതെല്ലാം ബിനാമി പേരുകളെല്ലാം കണ്ട് കെട്ടപ്പെടണം. ഇപ്പോൾ തന്നെ ഇവർക്ക് 3 ബസ്സുള്ള കാര്യമൊക്കെ അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായിട്ടുണ്ട്. സെൻട്രൽ ഏജൻസി എത്രയും പെട്ടെന്ന് ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനമെടുക്കുമെന്നും അതുവഴി ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയവരെല്ലാം അഴിക്കുള്ളിലാകുമെന്നും അവരുടെ അനധികൃത സമ്പാദ്യം പിടിച്ചെടുത്തിട്ട് ഇതിലെ നിക്ഷേപകർക്ക് വീതിച്ച് കൊടുക്കപ്പെടുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ശരി, അപ്പോൾ വേറൊരു വീഡിയോയിൽ വരാം.